ഓക്കെ, ഞാൻ പറഞ്ഞു വെച്ച ടോപ്പിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അങ്ങനെ വേറൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എനിക്ക് ആ ആളുടെ പേരറിയില്ല. ഞാൻ ആ ആളെ ഫോളോ ചെയ്യുന്ന ആളല്ല. ആ വ്യക്തി ചെയ്ത വീഡിയോയുടെ ജസ്റ്റ് ഒന്ന് ഒരു റിയാക്ഷൻ ചെയ്യുന്ന ഒരാളുടെ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടെത്തേ ഉള്ളൂ. കാര്യം മനസ്സിലായി. അത് മനസ്സിലായതുകൊണ്ട് മാത്രം സംസാരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടത് വെച്ച് മാത്രം സംസാരിക്കുകയാണ്. അതായത് ഒരു വ്യക്തി ഒരു കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തു. അതായത് ഇസ്ലാമിൽ സ്പ്രേ അടിച്ച് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾ വ്യഭിചാരികളാണ് എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തതിന് ആ വ്യക്തിക്ക് നല്ല രീതിയിലൊരു വിമർശനങ്ങളുണ്ടായി എന്ന് ഞാൻ വേറൊരാളുടെ റിയാക്ഷൻ വീഡിയോയിലാണ് കണ്ടത്. ആ ചെയ്ത വ്യക്തിയെക്കുറിച്ചൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ആളുടെ വീഡിയോ കണ്ടിട്ടുമില്ല. ഞാൻ കണ്ട ഒരു റിയാക്ഷൻ ചാനലിലെ കാര്യം മാത്രമാണ്. അപ്പോൾ അതിൽ ആ വ്യക്തി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഞാൻ ഉസ്താദിനെ അപമാനിച്ചതോ ഇസ്ലാം മത നിയമങ്ങളെ ഇതാക്കിയതൊന്നും അല്ല. എനിക്ക് അത് കേട്ടപ്പോൾ ശരിയല്ല എന്ന് തോന്നിയ ഒരു കാര്യത്തെ ഞാനൊരു തമാശ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമാണ് എന്നൊക്കെ ആ വ്യക്തി പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ ആ ചെയ്ത വീഡിയോൻ്റെ ചെറിയൊരു പാർട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ വ്യക്തിയോട് ആ സമയത്ത് വളരെ റെസ്പെക്റ്റാണ് തോന്നിയത്. ആളാരെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞു. ഓക്കെ, ഞാൻ പേരൊന്നും ശ്രദ്ധിക്കാൻ പോയിട്ടില്ല. അല്ലെങ്കിൽ ആ പേര് പറഞ്ഞു തന്നെ എനിക്കറിയില്ല, അതുകൊണ്ട് പിന്നെ പറയാനില്ല. ഞാൻ ചെന്ന് ആ വ്യക്തിയുടെ അക്കൗണ്ട് തപ്പിയിട്ട് ആ വ്യക്തിയെ വീഡിയോ ഒന്നും നോക്കിയിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ആ വ്യക്തി പറഞ്ഞ ആ ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു. ഇതെനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഞാനതിനെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യില്ല, ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്യില്ല. ആ വിധി എന്തുകൊണ്ട് വന്നതെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം. ഇതേ കാര്യം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കേട്ട് എനിക്കൊന്നും മനസ്സിലായി കാണില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അതായത് ഇസ്ലാമിൽ പെൺകുട്ടികൾ സ്പ്രേ അടിച്ച് പുറത്തിറങ്ങുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് ഓക്കെ, പിന്നെങ്കിലും സമ്മതിക്കാം. ഓക്കെ, തെറ്റാണ്, അവിടെ നിർത്തുക. ഓക്കെ, തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് അവൾ നിർത്തിക്കോളൂ. പക്ഷെ അവൾ വ്യഭിചാരിയാണ് എന്ന് പറയുന്നതാണ് പ്രശ്നം. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും അംഗീകരിച്ച് തരാൻ പറ്റാത്തൊരു കാര്യമാണ്, അല്ലേ? സ്പ്രേ അടിക്കുന്നത് തെറ്റാണെന്ന് വാദിക്കാം, അത് വലിയ കുഴപ്പമില്ല. അതിന് തെറ്റാണ് എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനൊരു വ്യഭിചാരിയുടെ ഉപമ കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്, അല്ലേ? ഒരു നല്ലൊരു പെൺകുട്ടിയെക്കുറിച്ച് വ്യഭിചാരി എന്നൊരു വാക്ക് എന്നൊക്കെ പറയുന്നത് അതെത്ര മോശമായിട്ടുള്ളൊരു വാക്കാണല്ലേ. ആ ഒരു വാക്ക്, ആ ഒരു വേർപ്പിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടി ഒരു പെണ്ണ് സ്പ്രേ അടിച്ചതിന് അവൾ കേൾക്കേണ്ടി വരുമ്പോൾ അവളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത്രയ്ക്ക് തരം താഴ്ത്തിയിട്ട് ഇസ്ലാമിനെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇസ്ലാം ഒരിക്കലും പെണ്ണിനെ അത്രത്തോളം തരം താഴ്ത്തുന്ന ഒരു മതമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരിക്കലും അല്ല. ഓക്കെ, പെണ്ണിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം ഉണ്ടെന്ന് പറയുന്നൊരു മതം ഇസ്ലാമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പെണ്ണിനെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു മതമായിട്ടാണ് ഇസ്ലാമിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പെണ്ണിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതമായിട്ടാണ് എനിക്ക് ഇസ്ലാമിനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ ചില ഉസ്താദുമാരുടെ ഇതുപോലുള്ള ഹദീസുകളും വാദങ്ങളും വാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇസ്ലാമിലെ പെണ്ണെന്തോ ചവറ്റുകൊട്ടേ കിടക്കുകയാണെന്ന്. അങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വ്യഭിചാരി എന്നുള്ള ഒരു ഉപമ, അത് ഏത് തരത്തിലാണ് ഉപമിക്കുന്നതെന്ന് എത്ര ആലോചിച്ചാലും മനസ്സിലാവുന്നില്ല, അല്ലേ? ഞാൻ പുറത്ത് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു കാര്യമാണ് എന്താ പറയുക, സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മേക്കപ്പ് ഒന്നും ഇട്ട് പുറത്തിറങ്ങുന്ന ആളല്ല. ഞാനിങ്ങനെ മേക്കപ്പ് പൗഡർ അങ്ങനെ ഇട്ട് പുറത്തിറങ്ങുന്ന ഒരാളല്ല. ഞാൻ അത്യാവശ്യം പർദ്ദ ഇട്ട് നിക്കാബൊക്കെ ഇട്ട് തന്നെയാണ് പുറത്ത് പോകുന്നത്. ഓക്കെ, മുഖമൊന്നും കാണിച്ചൊന്നും പുറത്ത് പോകാറില്ല. ഓക്കെ, മേക്കപ്പ് യൂസ് ചെയ്യാറുമില്ല. പക്ഷെ ഞാൻ സ്പ്രേ അടിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പുറത്ത് പോകുമ്പോൾ സ്പ്രേ അടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താ പറയുക, ആ സ്പ്രേ അടിക്കുന്ന ഞാൻ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ അത്യാവശ്യം പെട്ടെന്ന് വേർക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നന്നായിട്ട് പെട്ടെന്ന് വേർക്കും. എനിക്ക് കുറച്ചൊന്ന് ചൂട് വന്നാൽ നന്നായിട്ട് വേർക്കും. അപ്പം നമ്മളിനി കുളിച്ചാലും നമ്മൾ വേർക്കുകയല്ലേ, പുറത്ത് പോവുകയല്ലേ. തിരിച്ച് വരുന്നവരെ വേർപ്പിൻ്റെ സ്മെല്ലൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടാവരുത് എന്നൊരു ചിന്തയിലാണ് നമ്മൾ സ്പ്രേ അടിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മെല്ല് മറ്റൊരാൾക്കൊരു അരോചകമായിട്ട് തോന്നരുത്. നമ്മളങ്ങ് വേർത്താലോ, ഇപ്പം പുറത്തൊക്കെ പോകുമെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ലല്ലോ, എല്ലാവരുടെ ഇടകലകിയിട്ടേ, അത് ടൗണിലൊക്കെ ആണെങ്കിലും എവിടെയാണെങ്കിലും ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് എന്ന രീതിയിലൊക്കെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമ്മളെ നല്ലൊരു മണം വരണം,
അല്ല ഒരു മോശമായൊരു മണം നമ്മളിൽ നിന്നുണ്ടാവരുത് എന്നൊരു ചിന്തയാണ്. അല്ലാതെ അതിനെയൊക്കെ വ്യഭിചാരിയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആ പർദ്ദയിട്ട് പോകേണ്ട കാര്യം എന്താ? അല്ല പിന്നെ പർദ്ദയിട്ട് പോകേണ്ട കാര്യം എനിക്കില്ലല്ലോ. പിന്നെ വളരെ എന്താ പറയുക സെക്സി ലുക്കിങ് ഡ്രസ്സ് ഇട്ട് പോയാൽ പോരെ. എന്നാൽ പിന്നെ നമ്മുടെ ഉദ്ദേശം അതാണെങ്കിൽ പറയാം അല്ലേ. പിന്നെ പലരും പറയും പർദ്ദ ഇട്ടാലും വേറെ എന്തൊക്കെയോ പറയും. അത് കുഴപ്പമില്ല, അത് വിട്. ഓക്കെ, ഈ വ്യഭിചാരിയാണെന്നുള്ള വാക്കുണ്ടല്ലോ അതാണ് പ്രശ്നം. വ്യഭിചാരി എന്താണെന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വിധി ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് അങ്ങനൊരു ഇത് വരുന്നത്. നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇവിടെ ബാല് പറഞ്ഞ് പ്രസംഗിച്ച് അതിനെ പിടിച്ച് തൂങ്ങരുത്. ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ആ വിധി വന്നത്, എന്താണ് അവിടെ ഉണ്ടായതെന്ന് ആദ്യം പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ വെറുതെ പറയരുത്. ഇങ്ങനെ വ്യഭിചാരിയാണെന്നൊക്കെ പറഞ്ഞാൽ പണ്ടത്തെ കാലത്തെ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ അയ്യോ അത്ര തെറ്റാണോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എല്ലാവരും പറയാറുണ്ട് സ്പ്രേ അടിക്കരുത് തെറ്റാണ് എന്ന് പറയാറുണ്ട്. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണത്. കാരണം എനിക്ക് എൻ്റെ വേർപ്പ് ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് വേർക്കുന്ന ഒരാളാണ്. അത്യാവശ്യം കുറച്ച് ചൂട് തട്ടി ഞാൻ പെട്ടെന്ന് വേർക്കും. അപ്പോൾ ഞാൻ നന്നായിട്ട് സ്പ്രേ അടിക്കും പുറത്ത് പോകുമ്പം. ഞാൻ പർദ്ദ ഇടാറുണ്ട്. കണ്ണ്, അതായത് നമ്മുടെ നാട്ടിൽ നിക്കാബ് പറയില്ലേ, കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് പുറത്തിറങ്ങുന്ന ഒരു പെൺകുട്ടിയാണ്. ഞാൻ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ പിന്നെ ഇതൊന്നും ചെയ്യാതെ എന്നിട്ട് നമുക്ക് വ്യഭിചാരി എന്നുള്ള പേരോ, അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? അല്ല, ഈ പർദ്ദയിടാത്ത ആൾക്കാർ വ്യഭിചാരി എന്നാണല്ലോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, നമ്മൾ അത്രയും സൂക്ഷ്മത കാണിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്മളെ ഈ പേര് കൂടി വിളിച്ചാൽ അതുകൂടി നമ്മൾ സഹിക്കണോ? അല്ലേ, നമ്മൾ മാക്സിമം നോക്കും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കാൻ. അപ്പോഴാണ് ഒരു സ്പ്രേയും കൊണ്ടുവരുന്നത്. അത് ചെയ്താൽ നീ കുറ്റക്കാരിയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ജീവിക്കണ്ടേ? ഇതുപോലെ വിധിയൊക്കെ കേൾക്കുമ്പോൾ പറയുന്ന ഉസ്താദുമാർ കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. ഇസ്ലാമിൽ വിധിയില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൻ്റേതായ വിധികളുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിച്ച് സംസാരിക്കുക. ആ വിധി അവിടെ എങ്ങനെ വന്നു, എന്തടിസ്ഥാനത്തിലാണ് വന്നത് എന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാനിത് പഠിച്ചിട്ടില്ല കേട്ടോ, എനിക്കറിയില്ല ആ വിധി എങ്ങനെ വന്നതെന്നും എനിക്കറിയില്ല. ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് എന്തോ ഒരു സംഭവം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ആണുങ്ങളെ വളയ്ക്കുക എന്ന ഉദ്ദേശത്തോടെ അറബ് നാട്ടിലൊക്കെ പെൺപിള്ളേർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെ പണ്ടത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ടത്തെ ഒരു സംഭവം ഇത് എവിടെയുണ്ട്. അപ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ രീതിയിലാണ് പറഞ്ഞതായിരിക്കും ഈ ഒരു വിധി എന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അതായത് ആ ഒരു തെറ്റായ ഉദ്ദേശത്തോടെ അവൾ ചെയ്ത ഒരു കാര്യത്തിന് ആ ഒരു വിധി പറഞ്ഞിട്ടുണ്ടാവും. അത് ഇസ്ലാമിലെ മൊത്തമാക്കി പറയരുത്. ഓക്കെ, പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഏതോ ഒരു തങ്ങളെടുത്ത്, എനിക്ക് തോന്നുന്നു ഞാൻ കാസർഗോഡാണ്, കുമ്പോൽ തങ്ങളാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കുമ്പോൽ തങ്ങളടുത്ത് ആരോ പോയപ്പോൾ നാട്ടിൽ കേട്ട ഒരു നാട്ടുവാർത്തയാണ് കേട്ടോ ഇത്. കുമ്പോൽ തങ്ങളടുത്ത് ഏതൊരു സ്ത്രീ അവരുടെ ഏതോ രോഗത്തിൻ്റെ പേരിൽ പോയ സമയത്ത് കുമ്പോൽ തങ്ങ പറഞ്ഞത്രേ, നിങ്ങൾ കയ്പക്ക കഴിക്കേണ്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അതായത് അവരുടെ അസുഖത്തിന് കയ്പക്ക കഴിക്കരുത് എന്നാണ് തങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷേ ആ പെണ്ണുങ്ങൾ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞത്രേ, കയ്പക്ക കഴിക്കാൻ പാടില്ലെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കയ്പക്ക തെറ്റാണ്, കയ്പക്ക ഹറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനെയാണ് വിധിയൊക്കെ വരുന്നത്, മനസ്സിലായോ? തങ്ങൾ അവർ ഒരു രോഗത്തിന് പോയപ്പോൾ കയ്പക്കയാണെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു സംഭവം, ഓക്കെ, കയ്പക്കയാണെന്ന് തോന്നുന്നു, കേട്ടൊരു ഓർമ്മ അങ്ങനെയാണ്. ഓക്കെ, തങ്ങൾ പറഞ്ഞത് അവരുടെ ആ ഒരു രോഗത്തിന് നിങ്ങൾക്കിപ്പോൾ ഇത് കഴിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് നിങ്ങളത് ഒഴിവാക്കിക്കോളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ആ പെണ്ണത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കയ്പ കഴിക്കുന്നത് തെറ്റാണ്, ഹറാമാണ് എന്ന് വന്ന്. അതുപോലെയാണ് പല ഉസ്താദുമാരുടെയും പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത്. ഇന്ന സാഹചര്യത്തിൽ വന്ന വിധി അതെന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്ത് എന്താണെന്ന് കൂടി പറയാൻ ശ്രമിക്കാം. അല്ലാതെ നമ്മൾ മാക്സിമം സൂക്ഷിച്ച് നടന്ന നമ്മളെ നോക്കിയിട്ട് നീ വ്യഭിചാരിയാണ്, നീ സ്പ്രേ അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? അതൊന്നും അംഗീകരിച്ച് തരാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ആ വീഡിയോ ചെയ്ത ആൾക്ക് ഒരു സല്യൂട്ട് കേട്ടോ.